എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബസ്മതി റൈസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശമാവാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ സ്വീഡനിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ നമ്മുടെ നാട്ടിലെ പച്ചരി കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പച്ചരിക്ക് പകരം എന്തൊരു ഓൾട്ടർനേറ്റീവാണ് ഉണ്ടാവുക എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ബസ്മതി റൈസ് ഒരു ഓപ്ഷനായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ് ബസ്മതി റൈസും കൊണ്ട് ദോശമാവ് ഉണ്ടാക്കുന്നത്. ഇത് വൻ സക്സസ്ഫുള്ളായൊരു റെസിപ്പിയാണ്. ആദ്യമൊക്കെ ഒന്ന് പാളിപ്പോയിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ പറയുന്ന ഇതേ പ്രൊപ്പോർഷനിൽ തന്നെ നിങ്ങൾ അരിയും ഉഴുന്നും എല്ലാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് 1 ഗ്ലാസ് ബസ്മതി റൈസ്, അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1/4 ഗ്ലാസ് ഉഴുന്ന്, 1/2 ഗ്ലാസ് ചോറ് വേവിച്ചത്. അപ്പോൾ 1/2 ഗ്ലാസ് ചോറ് വേവിച്ചതിന് നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേറൊരു ഐറ്റം നമുക്ക് ഉപയോഗിക്കാവുന്നത് അവൽ കുതിർത്തതാണ്. പിന്നെ ഈ ഉഴുന്നിൻ്റെ കൂടെ ഞാൻ 1 സ്പൂൺ ഉലുവ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യമേ തന്നെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ വെള്ളം ഒഴിച്ച് കുതിർത്താൻ ഇട്ടതാണ്. ഇപ്പം ഞാനിത് അരയ്ക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 6 മണിക്കും 7 മണിക്കും ഇടയിലായിട്ടുള്ളൊരു ടൈമിലാണ് ഞാനിത് അരയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അരയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്മതി റൈസാണ് അരയ്ക്കേണ്ടത്. ബസ്മതി റൈസ് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരയണമെന്നില്ല എന്ന് വിചാരിച്ച് വലിയ വലിയ തരിയായിട്ട് കിടക്കാനും പാടില്ല. ചെറിയ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു തരിയൊക്കെ തടഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഭീകരമായിട്ട് അരയാതെ കിടക്കരുത് എന്ന് വിചാരിച്ച് ഫൈനായിട്ട് വെള്ളം പോലെ അരഞ്ഞും പോകരുത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബസ്മതി റൈസ് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേ ജാറിൽ തന്നെ നമ്മുടെ ചോറോ അല്ലെങ്കിൽ അവലോ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് അരയ്ക്കാം. അപ്പം ഞാനിവിടെ ഉച്ചത്തെ ചോറ് കുറച്ച് ബാക്കിയുള്ളതാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതൊരു 1/2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ച് ഒരു മഷി പോലെ നമുക്ക് അരഞ്ഞു കിട്ടും. അതേ ജാറിലേക്ക് ചോറിൻ്റെ കൂടെ തന്നെ ഞാൻ ഉഴുന്ന് കുതിർത്ത് വെച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. ആ ഉഴുന്ന് കുതിർത്തേ തന്നെയാണ് ഉലുവ കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി തന്നെ അരഞ്ഞു കിട്ടും. അത് നന്നായിട്ട് മഷി പോലെ അരഞ്ഞ് നമുക്ക് കിട്ടും. നമ്മൾ അരച്ചെടുത്ത ഈ ഉഴുന്നിൻ്റെ പേസ്റ്റ് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ പേസ്റ്റ് വെള്ളത്തിൽ താഴ്ന്നു പോവില്ല, പൊങ്ങി തന്നെ കിടക്കും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അരച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ അഡീഷണലായിട്ട് ഇച്ചിരി ഈസ്റ്റ് ഇടുന്നുണ്ട്. അത് ഡ്രൈ ഈസ്റ്റാണ് ഇടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ നല്ല വിൻ്ററാണ്. അപ്പോൾ പുറത്തും അകത്തും എല്ലാം നല്ല തണുപ്പായതുകൊണ്ട് ഞാനിത് എങ്ങനെയൊക്കെ വെച്ചാലും ഇത്തിരി പുളിച്ച് പൊങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഈസ്റ്റ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ നാട്ടിലത്തെ ഒരു കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസ്റ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളിത് നല്ലതുപോലെ ഓവനിലൊക്കെ വെച്ച് ചൂടൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ കമ്പിളിയൊക്കെ പുതപ്പിച്ച് വെച്ച് അങ്ങനെ ചൂട് കൊടുത്താലാണ് നമുക്കിത് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഈസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ്, അതായത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരമായപ്പോൾ ഞാൻ ദോശമാവ് നോക്കുമ്പോൾ നല്ലതുപോലെ പുളിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു തവി കൊണ്ട് ഇളക്കി നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് ഉള്ളിൽ നല്ല പത പോലെ അത് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് അരച്ച് വെക്കുമ്പോൾ അതൊരു കട്ട പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും. നമ്മളത് പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലൊരു പതഞ്ഞിങ്ങനെ ഇരിക്കുന്നൊരു ഫീലിൽ കിട്ടും. ഇനിയാണ് നമ്മളിതിനകത്തേക്ക് ഉപ്പും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പഞ്ചസാര ആഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പഞ്ചസാര ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. എനിക്കിപ്പോൾ ഇത് 1 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര അഡീഷണൽ ഇട്ടിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂൺ പഞ്ചസാര എന്ന് വേണേൽ പറയാം. അപ്പോൾ 1.25 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദോശ ചൂടാനായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ ദോശത്താവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മസാല ദോശയുടെ വലിപ്പത്തിലുള്ള ദോശയൊക്കെ നമുക്കിതിനകത്ത് ചൂടാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ പാൻ ചൂടായതിന് ശേഷം മാത്രമേ ദോശമാവ് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ആ ദോശ നന്നായി കിട്ടില്ല. അപ്പോൾ പാൻ നല്ല ചൂടായതിന് ശേഷം ദോശമാവ് നല്ല പരത്തി അതിനകത്ത് വയ്ക്കുക. അപ്പോൾ പരത്തി വയ്ക്കുമ്പോൾ നല്ല തിന്നായി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ദോശ നല്ലതുപോലെ പരത്തിയതിന് ശേഷം ഞാനത് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ചട്നിപ്പൊടി, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചട്നിപ്പൊടിയാണ്. അപ്പോൾ ആ ചട്നിപ്പൊടി കൂടി ഞാൻ അതിൻ്റെ മേലെ വിതറും. ആ ചട്നിപ്പൊടി ഇല്ലാതെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലരെല്ലാം ടൊമാറ്റോ ചട്നിയോ അല്ലെങ്കിൽ മറ്റേ മുളക് ചട്നിയൊക്കെ അതിൻ്റെ മുകളിൽ തൂത്ത് വെക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ ചട്നിപ്പൊടിയാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി തേച്ച് കൊടുക്കും. അപ്പോൾ ഈ നെയ്യും ചട്നിപ്പൊടിയും ദോശയും കൂടി ഒരുമിച്ച് വേവുമ്പോൾ നല്ലൊരു മണം വരും. നമ്മുടെ നാട്ടിൽ മസാല ദോശയുടെയും നെയ് റോസ്റ്റിൻ്റെയൊക്കെ ഒരു മണമല്ലേ, ആ ഒരു മണം വരും. അപ്പോൾ തന്നെ നമ്മുടെ ദോശ സക്സസ്ഫുള്ളായി.
ഇനി ഇത് നല്ലതുപോലെ ക്രിസ്പിയായി നല്ല ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കതെടുക്കാം. ഈ ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ കളറിലുള്ള ദോശ കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പച്ചരി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട, വേഗം തന്നെ നമുക്ക് ബസ്മതി റൈസ് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇത്ര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു ദിവസം വീട്ടിൽ ബസ്മതി റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.